ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ കോളേജ് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആകാനായിട്ടുള്ള ആ തയ്യാറെടുപ്പ് വീണ്ടും നമ്മൾ ശക്തമായിട്ട് തന്നെ തുടരുകയാണ് അല്ലേ. എന്നാൽ കഴിഞ്ഞ എക്സാമിൽ ആ ഒരു കടമ്പ ചാടിക്കടന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ. അവർക്കെല്ലാവർക്കും നല്ല അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എന്നാൽ ഇനിയും ആ ഒരു കടമ്പയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തീർച്ചയായിട്ടും ഇത്തവണ നിങ്ങൾക്ക് ഈ ഒരു കടമ്പ ചാടിക്കടക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ UGC നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട് അല്ലേ. നമ്മുടെ ജനറൽ പേപ്പറും ഉണ്ട്, നമ്മുടെ സബ്ജക്റ്റ് പേപ്പറും ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും തന്നെ UGC നെറ്റ് എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിൽ കാണേണ്ട ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും നിങ്ങൾ JRFന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അത് നിങ്ങളെ ഉറപ്പായിട്ടും വിജയത്തിൽ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ജനറൽ പേപ്പറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ വളരെ വേഗത്തിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പലപ്പോഴും നമ്മൾ നമ്മുടെ സിലബസിൽ ഈ ഒരു ഭാഗം കണ്ടിട്ടുണ്ട് എങ്കിലും എന്നാൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനോ മാത്രം വായിച്ചിട്ട് ഒഴിവാക്കി വിടുന്ന ഒരു ഭാഗമാണ്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അത് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റിക് ചേഞ്ച് ആണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ആനുകാലികമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റിക് ചേഞ്ച് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ദ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റിക് ചേഞ്ച് ലോഞ്ച്ഡ് ഇൻ 2008. 2008 ഈ ഒരു ആക്ഷൻ പ്ലാൻ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് ബൈ പ്രൈം മിനിസ്റ്റേഴ്സ് കൗൺസിൽ ഓൺ ക്ലൈമറ്റിക് ചേഞ്ച്. അപ്പം ഇത് പ്രധാനമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള കൗൺസിൽ ഓൺ ക്ലൈമറ്റിക് ചേഞ്ച് ആണ് ഈ ഒരു ആക്ഷൻ പ്ലാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 2008 ഇത് ലോഞ്ച് ചെയ്തത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക. സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കാനായിട്ട് പോകുന്നത്. ഇറ്റ് എയിംസ് അറ്റ് ക്രിയേറ്റിംഗ് അവയർനെസ് ഓൺ ദ ത്രെറ്റ് പൊസസ്ഡ് ബൈ ക്ലൈമറ്റിക് ചേഞ്ച് ആൻഡ് ദ സ്റ്റെപ്പ് ടു കൗണ്ടർ ഇറ്റ്. അപ്പോൾ ഈ ക്ലൈമറ്റിക് ചേഞ്ച് അല്ലെങ്കിൽ പ്രകൃതിയിൽ വരുന്ന ഈ മാറ്റം നമ്മളെ എത്രമാത്രം സ്വാധീനിക്കും, അതിനെ നമുക്ക് എങ്ങനെ കൗണ്ടർ ചെയ്യാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഈ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റിക് ചേഞ്ച് ലക്ഷ്യമാക്കുന്നത്. ഓക്കെ, യെസ്, ദർ ആർ 8 നാഷണൽ മിഷൻസ് ഫോമിങ് ദ കോർ ഓഫ് ദ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റിക് ചേഞ്ച്. ഇതിനകത്ത് ഈ NAPPCയിലെ 8 പ്രധാനപ്പെട്ട നാഷണൽ മിഷൻസ് ഉണ്ട്. ഓക്കെ, 8 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ദൗത്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. ആ ദൗത്യങ്ങൾ ആണ് നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, ഇതെന്തൊക്കെയാണ് എന്നെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം നമ്മളത് ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്താണ് എന്നുള്ളത് നമ്മൾ ഒന്ന് മനസ്സിലാക്കുകയാണ്. ഓക്കെ, അതിനകത്ത് 8 പ്രധാനപ്പെട്ട മിഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആദ്യം നമുക്കുള്ളത് നാഷണൽ സോളാർ മിഷനാണ്. ഓക്കെ, സോളാർ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു സംവിധാനം വളരെ നല്ല രീതിയിൽ ഇന്ന് ഇന്ത്യയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, നാഷണൽ സോളാർ മിഷൻ. അതുപോലെ തന്നെ നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി അല്ലെ, എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസിക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് ഉണ്ട് അല്ലെ, നമ്മുടെ പ്രകൃതി, നമ്മുടെ ചുറ്റുപാടുകളെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ രീതികൾ മാറുന്നുണ്ട്. നാഷണൽ വാട്ടർ മിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്, നാഷണൽ വാട്ടർ മിഷൻ ഉണ്ട്. അതുപോലെ തന്നെ നാഷണൽ മിഷൻ ഫോർ സസ്റ്റെയിനിങ് ഹിമാലയൻ എക്കോസിസ്റ്റം അല്ലെ, നമ്മുടെ ഹിമാലയൻ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു എക്കോസിസ്റ്റമാണ്. ലോകത്തിലെ പല ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള എക്കോസിസ്റ്റംസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള നടപടികളുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, അതുപോലെ നാഷണൽ മിഷൻ ഫോർ എ ഗ്രീൻ ഇന്ത്യ
അല്ലേ, ഒരു ഗ്രീൻ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ദൗത്യം, ഇതെല്ലാം നമുക്ക് NAPPCയിൽ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കൂടാതെ നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ അതിൻ്റെ ഭാഗമാണ്. നാഷണൽ മിഷൻ ഓൺ സ്ട്രാറ്റജിക് നോളജ് ഫോർ ക്ലൈമറ്റിക് ചേഞ്ച്. ഇങ്ങനെ 8 പ്രധാനപ്പെട്ട മിഷൻസാണ് നമുക്ക് ഈ ഒരു നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 8 എണ്ണവും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരമായിട്ട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട്. ഈ മിഷൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് ടാർഗറ്റുകൾ, ലക്ഷ്യങ്ങൾ എന്തൊക്കെ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിരന്തരമായിട്ട് വരുന്നുണ്ട്. ഒരുപാട് പേർക്ക് അത് തെറ്റിപ്പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രത്യേകത ഫീച്ചേഴ്സിലേക്ക് വരുവാണെങ്കിൽ, പ്രൊട്ടക്ഷൻ ഓഫ് പുവർ ആൻഡ് വൾണറബിൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി സെൻസിറ്റീവ് ടു ക്ലൈമറ്റിക് ചേഞ്ച്. അപ്പം സമൂഹത്തിൽ ഈ ക്ലൈമറ്റിക് ചേഞ്ച് കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ അതുകൊണ്ട് പ്രശ്നം അനുഭവിക്കുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അതുപോലെ തന്നെ അച്ചീവ്മെൻറ്റ്സ് ഓഫ് നാഷണൽ ഗ്രോത്ത്, ദേശീയ തലത്തിൽ നമുക്കൊരു വളർച്ച ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്. ഓക്കെ, ദേശീയ തലത്തിലുള്ള വളർച്ച. ഡിപ്ലോയ്മെൻറ്റ് ഓഫ് അപ്രോപ്രിയേറ്റ് ടെക്നോളജീസ് ഫോർ ബോത്ത് അഡാപ്റ്റേഷൻ ആൻഡ് മിറ്റിഗേഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻ. ഓക്കെ, അപ്പം അപ്രോപ്രിയേറ്റ് ടെക്നോളജി, അതായത് നമുക്ക് ഈ ഗ്രീൻ ഹൗസ് ഹരിതഗ്രഹ വാതകങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് വളരെയധികം ബഹിർഗമിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ നമുക്കതിനെ മാനേജ് ചെയ്യാം, ഓക്കെ, അതിനെ എങ്ങനെ കുറയ്ക്കാം, ഓക്കെ, ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ള കാര്യവും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഓക്കെ, ഈ 8 നാഷണൽ മിഷൻസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ 8 നാഷണൽ മിഷൻസിൽ 1-2 നമ്മൾ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഇന്ന് വളരെ എളുപ്പത്തിലൊന്ന് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. ജവഹർലാൽ നെഹ്റു നാഷണൽ സോളാർ മിഷൻ അല്ലേ, നാഷണൽ സോളാർ മിഷൻ, അതായത് നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് അല്ലേ. ഗവേൺഡ് ബൈ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് കേട്ടോ. യെസ്, ഈ നാഷണൽ സോളാർ മിഷൻ ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗവേൺഡ് ബൈ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയാണ്. ഓക്കെ, ലോഞ്ച് ചെയ്യുന്നത് എന്നാണ് 2010. അച്ചീവിങ് ഗ്രിഡ് പാരിറ്റി വിത്ത് കോൾ ബേസ്ഡ് തെർമൽ പവർ ബൈ 2030. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2030 എത്തുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ കോൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ കൽക്കരി ഉപയോഗിച്ച് തെർമൽ പവർ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പം അതിനെ കുറച്ച് കൊണ്ടുവരിക, ഏതിൻ്റെ ഉപയോഗത്തോടുകൂടി, ഈ സോളാർ എനർജിയുടെ ഉപയോഗത്തോടുകൂടി ഈ കോളിൻ്റെ അല്ലെങ്കിൽ തെർമൽ എനർജിയുടെ ഉപയോഗം കുറച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് അതുമായിട്ട് കൃത്യമായിട്ടൊരു പാരിറ്റി, ഒരു ഈക്വലൻസി നേടിയെടുക്കുക എന്നുള്ളതാണ് 2030 ഒരു കൃത്യമായിട്ട് അതിൻ്റെ ഒപ്പം എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, സീക്സ് ടു റെഡ്യൂസ് ദ അബ്സല്യൂട്ട് കോസ്റ്റ് ഓഫ് സോളാർ എനർജി. ഓക്കെ, അപ്പം ഈ സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കുന്നതിലുള്ള ചിലവ് കുറയ്ക്കുക എന്നുള്ളതും നമുക്കിതിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സോളാർ പാനലൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിൽ നമുക്ക് ആക്സസിബിൾ അല്ല. കാരണം ഒരുപാട് സോളാർ പാനൽ വേണം അല്ലേ നമുക്ക് എനർജി ഉൽപ്പാദിപ്പിക്കാനായിട്ട്. എന്നാൽ അതിൻ്റെ നിർമ്മാണ ചെലവ് അല്ലെങ്കിൽ നമ്മളത് ഇൻസ്റ്റലേഷൻ ചെലവ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതും ഇതിൻ്റെ ഈ മിഷൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, ഇനി നാഷണൽ വാട്ടർ മിഷനാണ് മറ്റൊരു പ്രധാനപ്പെട്ട മിഷൻ. നോക്കാം, ഗവേൺഡ് ബൈ മിനിസ്ട്രി ഓഫ് വാട്ടർ റിസോഴ്സസ്. ഇപ്പം മിനിസ്ട്രി ഓഫ് വാട്ടർ റിസോഴ്സസിൻ്റെ കീഴിലാണ് വാട്ടർ മിഷൻ, നാഷണൽ വാട്ടർ മിഷൻ പ്രവർത്തിക്കുന്നത്. റിവർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗംഗ റീജുവിനേഷൻ ഇതിൻ്റെ ഭാഗമാണ് കേട്ടോ. ഓക്കെ, റിവർ ഡെവലപ്മെൻറ്റ്, ഗംഗ റീജുവിനേഷൻ. നമുക്കറിയാം ഗംഗാ നദിയെ നമ്മൾ റീജുവിനേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിനകത്ത് മാലിന്യങ്ങൾ നമ്മൾ നീക്കം ചെയ്തു വളരെ അതിൻ്റെ ആ ഒരു പവിത്രതയെ നിലനിർത്തുന്ന രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എൻഷുവേഴ്സ് ബെറ്റർ ഇൻ്റഗ്രേറ്റഡ് വാട്ടർ റിസോഴ്സ് മാനേജ്മെൻറ്റ്, വാട്ടർ കൺസർവേഷൻ, ലെസ് വേസ്റ്റേജ്, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ, ഇതെല്ലാം ഇതിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. വാട്ടർ റിസോഴ്സ് മാനേജ്മെൻ്റ് ഉണ്ട്, വാട്ടർ കൺസർവേഷൻ ഉണ്ട്, ലെസ് വേസ്റ്റേജ്, അതായത് ജലം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ശ്രമങ്ങൾ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഓക്കെ, ലുക്സ് ഇൻ ടു ദ ഇഷ്യൂസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ആൻഡ് സർഫേസ് വാട്ടർ. അപ്പം നമുക്ക് ഗ്രൗണ്ട് വാട്ടറും ഉണ്ട്, അതുപോലെ തന്നെ ഉപരിതലത്തിലുള്ള വാട്ടറും ഉണ്ട് അല്ലേ. അപ്പം അതിനുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഹരിക്കുക. ഇംപ്രൂവ്മെൻറ്റ് ഓഫ് വാട്ടർ സ്റ്റോറേജ് കപ്പാസിറ്റീസ്,
വാട്ടർ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി കൂടുതൽ ഉണ്ടാക്കിയെടുക്കുക. ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ്, നമ്മുടെ വെറ്റ്ലാൻഡ്സ് അതായത് പാടശേഖരങ്ങൾ അല്ലെങ്കിൽ ചതുപ്പ് നിലങ്ങൾ, ഇതൊക്കെ നമ്മൾ സംരക്ഷിക്കുക. ഇങ്ങനെയുള്ളതെല്ലാം ഈ നാഷണൽ വാട്ടർ മിഷൻ്റെ ഭാഗമായിട്ട് ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി പോകണം. ഓക്കെ, മറ്റൊന്ന് നാഷണൽ മിഷൻ ഫോർ ഗ്രീൻ ഇന്ത്യ ആണ് അല്ലേ. ഇതിന്ന് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മിഷനാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഗവേൺഡ് ബൈ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റിക് ചേഞ്ച്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മിഷൻസിൻ്റെ എല്ലാം ഗവേണിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം, ചോദ്യം വരുന്നതാണ്. ഓക്കെ, ഗവേൺഡ് ബൈ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റിക് ചേഞ്ച് കേട്ടോ. ഓക്കെ, ഇറ്റ് ഹാസ് ദ മാൻഡേറ്റ് ഓഫ് റിവൈവിംഗ് ഡീഗ്രേഡഡ് ഫോറസ്റ്റ് ആൻഡ് വിത്ത് എ ഫോക്കസ് ഓൺ ഇൻക്രീസിങ് ഫോറസ്റ്റ് കവർ ആൻഡ് ഡെൻസിറ്റി ആൻഡ് കൺസേർവിങ് ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻഡേറ്റ് ഫോർ റിവൈവിങ് ഡീഗ്രേഡഡ് ഫോറസ്റ്റ് കവർ പലയിടത്തും നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിനെ ഒന്നുകൂടെ റിവൈവ് ചെയ്യുക. വിത്ത് എ ഫോക്കസ് ഓൺ ഇൻക്രീസിങ് ഫോറസ്റ്റ് കവർ, അപ്പോൾ നമ്മുടെ ആ വനത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുക. ആൻഡ് ഡെൻസിറ്റി ആൻഡ് കൺസർവിങ് ബയോഡൈവേഴ്സിറ്റി, നമ്മുടെ പ്രകൃതിയിലുള്ള വൈവിധ്യത്തെ നിലനിർത്തുക. ഇതൊക്കെയാണ് നമുക്ക് നാഷണൽ മിഷൻ ഫോർ ഗ്രീൻ ഇന്ത്യയിൽ ഉള്ള പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഓക്കെ, അപ്പം നമ്മൾ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റിക് ചേഞ്ച് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് വളരെ വേഗത്തിൽ മനസ്സിലാക്കി അല്ലേ. ഇത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്, ഇതുപോലുള്ള ടോപ്പിക്കുകൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ നെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബാച്ചുകളിലാണ്. ഓക്കെ, അപ്പം അടുത്ത ജൂൺ 2025 നടക്കുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള നെറ്റ് JRF വേണ്ടിയിട്ടുള്ള പഠനം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പം വിജയത്തിലേക്കുള്ള തുടക്കം നമുക്ക് ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാം, തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഒരു വിക്ടറി ബാച്ച് അതിൻ്റെ ഭാഗമായിട്ട് കോമ്പറ്റിറ്റീവ് ക്രാക്കർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൽ ഒരുപാട് പ്രത്യേകതകൾ ഈ ബാച്ചിനുണ്ട്. അതിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് അറിയാനായിട്ട് താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത? ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ മെറ്റീരിയൽസ് കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ കൈകളിൽ ലഭിക്കും. കൂടാതെ നിങ്ങൾക്കൊരു മെൻറ്റർഷിപ്പ് ഉണ്ടാകും. ഈ മെൻറ്റർ നിങ്ങളുടെ സംശയങ്ങൾക്ക്, നിങ്ങളുടെ ഡൗട്ട്സുകൾക്ക് നിവാരണം നടത്താനായിട്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. കൂടാതെ ഏതൊക്കെ സബ്ജക്റ്റുകളിലാണ് നമ്മൾ നെറ്റ് കോച്ചിങ് ഉള്ളതെന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് അല്ലേ. ഓക്കെ, എക്കണോമിക്സ്, മാനേജ്മെൻറ്റ്, കൊമേഴ്സ്, ഇംഗ്ലീഷ്, ജനറൽ പേപ്പർ, CSIR, ഫിസിക്സ് തുടങ്ങിയ സബ്ജക്റ്റുകളിൽ നമുക്ക് ക്ലാസ്സുകളുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ഇന്ന് തന്നെ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 97 78 82 62 92 എന്നുള്ള നമ്പറിൽ ഇന്ന് തന്നെ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് നമുക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം, നന്നായിട്ട് പരീക്ഷ എഴുതാം, ജയിക്കാം. ഓക്കെ, അപ്പം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോ ഉപയോഗപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.